അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. റബ്ബിശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ആമീൻ റബ്ബൽ ആലമീൻ. ഏറെ സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, കഴിഞ്ഞ ദർസിൽ നോമ്പ് ഒരാളുടെ മേൽ നിർബന്ധമാകാനുള്ള നിബന്ധനകളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത് ഷുറൂത്തു സിഹത്തി സിയാമി, നോമ്പ് ഒരാളുടേത് സ്വീകാര്യമാകാനുള്ള നിബന്ധനകൾ എന്തെല്ലാമാണ് എന്നതാണ്. അതിലൊന്നാമത്തേത്, നമ്മൾ നോമ്പ് നിർബന്ധമാകാനുള്ള നിബന്ധന പറഞ്ഞപ്പോൾ ഒന്നാമത്തേത് പറഞ്ഞത് അൽ ഇസ്ലാം, മുസ്ലിം ആയിരിക്കുക എന്നതായിരുന്നു. അതുതന്നെയാണ് നോമ്പ് സ്വീകാര്യമാകാനുള്ള നിബന്ധനകളിൽ ഒന്നാമത്തേത്. അപ്പോൾ ഒരാളുടെ നോമ്പ് സ്വീകാര്യമാകണമെങ്കിൽ അയാൾ മുസ്ലിം ആയിരിക്കണം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഇസ്ലാമാണല്ലോ. അപ്പോൾ മുസ്ലിമിൻ്റേതല്ലാത്ത ഒരു പ്രവർത്തനവും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമല്ല. രണ്ടാമത്തത്, നോമ്പ് ഒരാളുടേത് സ്വീകാര്യമാകണമെങ്കിലുള്ള നിബന്ധന ഇൻഖിത്വാഉദ്ദമിൽ ഹൈൽ, ഹൈലിൻ്റെ രക്തം, ആർത്തവ രക്തം അത് നിൽക്കുക എന്നതാണ്. അഥവാ ആർത്തവത്തിൻ്റെ സമയമല്ലാതെ ഇരിക്കുക, ആർത്തവരക്തം വരുന്ന സമയം അല്ലാതിരിക്കുക. ആ സമയത്ത്, ആർത്തവരക്തമുള്ള സമയത്ത് ഒരു സ്ത്രീയുടെ നോമ്പ് സ്വീകാര്യമല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബ വനിതകളോട് ചോദിക്കുന്നുണ്ട്, അലൈസ ഇദാ ഹാലത് ലം തുസല്ലി വലം തസും, നിങ്ങളിൽ ഒരാൾ ആർത്തവരക്തമുള്ളവളായാൽ നോമ്പ് നോൽക്കുകയില്ലല്ലോ, നമസ്കരിക്കുകയില്ലല്ലോ. അപ്പോൾ അവർ പറയുന്നുണ്ട്, ബലായ റസൂലല്ലാ, അല്ലാഹുൻ റസൂലെ, അതെ, ഞങ്ങളത് ഒഴിവാക്കാറുണ്ട്. അപ്പോൾ ഒരു ആർത്തവമുള്ള സ്ത്രീക്ക് നോമ്പ് അവരുടേത് സ്വീകാര്യമാവുകയില്ല. മൂന്നാമത്തേത് ഇൻഖിത്വാഉദ്ദമിൻ നിഫാസ്, നിഫാസിൻ്റെ രക്തം മുറിയുക എന്നുള്ളതാണ്. അഥവാ പ്രസവാനന്തര രക്തം, പ്രസവത്തോടനുബന്ധിച്ച് വരുന്ന രക്തം, അതുള്ള സ്ത്രീയുടെ മേൽ നോമ്പ് അവർക്ക് നിർബന്ധമല്ല, അവരുടെ നോമ്പ് സ്വീകാര്യമാവുകയുമില്ല. ഹൈലിൻ്റെ അതേ വിധി തന്നെയാണ് നിഫാസിൻ്റെ രക്തത്തിനും. നാലാമത്തത് അത്തംയീസു, വകതിരി വെത്തുക എന്നുള്ളതാണ്. അപ്പോൾ വകതിരി വെത്താത്ത ഒരു കുട്ടി നോമ്പ് നോറ്റാൽ അവൻ്റെ നോമ്പ് സ്വീകാര്യമല്ല. വകതിരി വെത്തുന്ന ഒരു പ്രായം സാധാരണഗതിയിൽ 7 വയസ്സാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, മുറു ഔലാദക്കും ബിസ്വലാത്ത് വഹും അബ്നാഉ സബ്ഇ സിനീൻ, നിങ്ങളുടെ കുട്ടികൾ അവർക്ക് 7 വയസ്സായാൽ അവരോട് നമസ്കാരം കൊണ്ട് കൽപ്പിക്കുക. അപ്പോൾ അതിലേക്ക് ഖിയാസ് ചെയ്ത്, അതിലേക്ക് താരതമ്യപ്പെടുത്തി പണ്ഡിതന്മാർ പറഞ്ഞു 7 വയസ്സായാൽ ഒരു കുട്ടിയോട് നോമ്പ് നോൽക്കാൻ വേണ്ടി കൽപ്പിച്ച് തുടങ്ങണം. അപ്പോൾ വകതിരി വെത്തുന്ന ഒരു പ്രായമാണ് 7 വയസ്സാവുക എന്നുള്ളത്. വകതിരി വെത്തുക എന്ന് പറഞ്ഞാൽ നന്മയും തിന്മയും കുട്ടിക്ക് വേർതിരിച്ചറിയാൻ പറ്റുന്ന ഒരു പ്രായമെത്തുക. ഇന്നിന്ന കാര്യങ്ങളെല്ലാം ഇന്നതിന് വേണ്ടിയാണ്, ഇത് ഇന്നതിന് വേണ്ടിയാണ്, ഇത് ഇന്നതിന് വേണ്ടിയല്ല എന്ന് കുട്ടിക്ക് വേർതിരിച്ചറിയാൻ പറ്റുന്ന ഒരു പ്രായം. ചില കുട്ടികൾക്ക് 6 വയസ്സിലാകാം, ചില കുട്ടികൾക്ക് 8 വയസ്സിലാകാം. അപ്പോൾ 7 വയസ്സാണ് ഇതിൻ്റെ ഒരു സാധാരണഗതി. ആ ഒരു പ്രായമെത്തിയാൽ, വകതിരി വെത്തിയാൽ കുട്ടി നോമ്പ് നോറ്റാൽ പിന്നീട് നോമ്പ് സ്വീകരിക്കും. എന്നാൽ നിർബന്ധമാണോ? അല്ല. നിർബന്ധമാകണമെങ്കിൽ ബുലൂഗ്, പ്രായപൂർത്തി എത്തണം. എന്നാൽ നോമ്പ് സ്വീകാര്യമാകുന്ന പ്രായമാണ് 7 വയസ്സ്. ഹദീസുകളിൽ കാണുവാൻ സാധിക്കും, സ്വഹാബത്ത് പറയുന്നുണ്ട്, വനുസവ്വി മുസ്ബിയാനന സ്വിഗാർ, ഞങ്ങളുടെ ചെറിയ കുട്ടികളെ കൊണ്ട് ഞങ്ങൾ നോമ്പെടുപ്പിച്ചിരുന്നു. വനദ്ഹബുലിൽ മസ്ജിദി, ഞങ്ങൾ പള്ളിയിലേക്ക് പോകുമായിരുന്നു. ഫനജഅലു ലഹുമുൽ ലുഅബത മിനൽ അഹ്ൻ, പഞ്ഞുകൊണ്ടുള്ള കളിപ്പാവകൾ ഞങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. ഫഇദാ ബക്കാ അഹദുഹും അല ത്വആമി അഅതൈനാഹ ഇയാഹു ഇൻദൽ ഇഫ്ത്വാർ, അങ്ങനെ അവർ വിശന്ന് കരഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആ പാവകൾ അവർക്ക് കളിക്കാൻ നൽകുമായിരുന്നു. അങ്ങനെ നോമ്പ് തുറക്കുന്ന സമയം വരെ ആ രൂപത്തിൽ ചെയ്യുമായിരുന്നു എന്ന് സ്വഹാബാക്കൾ പറയുന്നുണ്ട്. അപ്പോൾ വകതിരി വെത്തിയ കുട്ടി, ആ കുട്ടിയെ നോമ്പ് നോൽപ്പിച്ചാൽ അത് സ്വീകാര്യമാണ്. എന്നാൽ വകതിരി വെത്താത്ത കുട്ടിയോ, അവൻ്റെ നോമ്പ് സ്വീകാര്യമല്ല. അഞ്ചാമത്തെ നിബന്ധന അൽ അഖ്ലു, നോമ്പ് സ്വീകാര്യമാകണമെങ്കിൽ ബുദ്ധി ഉണ്ടായിരിക്കണം. അപ്പോൾ ബുദ്ധിയില്ലാത്ത ഒരാൾ, ഭ്രാന്തനായ ഒരാൾ, അല്ലെങ്കിൽ
പ്രായാധിക്യം മൂലം ബുദ്ധി നഷ്ടപ്പെട്ടു പോയ ഒരാൾ അവരുടെ നോമ്പൊന്നും സ്വീകരിക്കുകയില്ല. അവർക്ക് നോമ്പ് നിർബന്ധമല്ല, അവരുടെ നോമ്പ് സ്വീകരിക്കുകയുമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, റുഫി അൽ ഖലമു അൻ സലാസ, 3 ആളുകളിൽ നിന്ന് പേന ഉയർത്തപ്പെട്ടിരിക്കുന്നു. അതിലൊരാളെക്കുറിച്ച് റസൂൽ പറഞ്ഞത് വ അനിൽ മജ്നൂനി ഹത്താ യഅഖില, ബുദ്ധി വരുന്നത് വരെ ഒരു ഭ്രാന്തനിൽ നിന്നും എന്നാണ്. അഥവാ അവൻ്റെ മേൽ നിർബന്ധമല്ല, ഇബാത്തുകളൊന്നും നിർബന്ധമല്ല, അവൻ ചെയ്ത തിന്മകൾ രേഖപ്പെടുത്തുകയുമില്ല. അപ്പോൾ അതിൽപ്പെട്ട ഒരാളാണ് ബുദ്ധിയില്ലാത്ത മനുഷ്യൻ. അപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ ഒരു പക്ഷേ പ്രായാധിക്യം മൂലം ബുദ്ധി നഷ്ടപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കളൊക്കെ ഉണ്ടാകും. അർദലുൽ ഉമർ, വയസ്സിൻ്റെ അങ്ങേയറ്റത്തേക്ക്, പ്രായത്തിൻ്റെ അങ്ങേയറ്റത്തേക്ക് എത്തിയവർ. ഒരു പക്ഷേ അവരെന്താണ് പറയുന്നത് എന്നോ അല്ലെങ്കിൽ ആരാണ് മുന്നിൽ നിൽക്കുന്നത് എന്നോ ഒന്നും തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥ. അത്തരത്തിലുള്ള ആളുകൾക്ക് നോമ്പ് നിർബന്ധമുണ്ടോ? ഇല്ല, അവർക്ക് നോമ്പ് നിർബന്ധമില്ല. അപ്പോൾ ബുദ്ധി എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇനി ഒരാൾ റമളാനിൻ്റെ രാത്രിയിൽ നിയ്യത്ത് വെച്ചു. ഒരാൾ രാത്രിയിൽ നാളെ എനിക്ക് നോമ്പാണ് എന്ന് നിയ്യത്ത് വെച്ച് അയാൾ നോമ്പിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേ അയാൾ ബോധരഹിതനായി, അയാൾ ബോധം കെട്ട് അയാൾ വീണു. പിന്നീട് മഗ്രിബ് ബാങ്ക് വിളിക്കുന്നതിന് അല്പസമയം മുമ്പാണ് അയാൾക്ക് ബോധം വന്നത് എങ്കിലും, മഗ്രിബ് ബാങ്ക് വിളിക്കുന്നതിന് അല്ലെങ്കിൽ മഗ്രിബിൻ്റെ സമയമാകുന്നതിന് അല്പം മുമ്പാണ് അയാൾക്ക് ബോധം വന്നത് എങ്കിലും പിന്നീടുള്ള സമയം നോമ്പിനെ ബാത്തിലാക്കി കളയുന്ന കാര്യങ്ങളിൽ നിന്ന് അയാൾ വിട്ടുനിന്നാൽ അയാളുടെ നോമ്പ് സ്വീകാര്യമാണ്. എന്നാൽ അയാൾക്ക് മഗ്രിബിൻ്റെ സമയം കഴിഞ്ഞിട്ടാണ് ബോധം വന്നത് എങ്കിലോ അയാളുടെ നോമ്പ് സ്വീകാര്യമല്ല. അത് നമ്മൾ കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ടുന്ന ഒരു മസലയാണ്. ഇനി 6-മത്തേത് നീയത്തുണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഏതൊരു കർമ്മവും സ്വീകാര്യമാകണമെങ്കിൽ നീയത്തുണ്ടായിരിക്കണം. റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, നീയത്തുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തനങ്ങൾ. അപ്പോൾ നോമ്പിനെക്കുറിച്ച് പറഞ്ഞപ്പോഴും പ്രവാചകൻ പറഞ്ഞു, മല്ലം യുബയ്യിത്തി സിയാമ ഖബ്ലൽ ഫജ്രി ഫലാ സിയാമ ലഹ്, ഒരാൾ ഫജ്റിന് മുമ്പായി കൊണ്ട് രാത്രിയിൽ നോമ്പിന് നീയത്ത് വെച്ചിട്ടില്ല എങ്കിൽ ഫലാ സിയാമ ലഹ്, അവന് നോമ്പില്ല. അത് ഫർളായ നോമ്പിൻ്റെ വിഷയത്തിലാണ് പറയുന്നത്. സുന്നത്തായ നോമ്പ് ഒന്നുകൂടി വിശാലമാണ്. ഫർളായ നോമ്പിൽ ഫജ്റിന് മുമ്പായി കൊണ്ട് രാത്രിയിൽ ഒരാൾ നീയത്ത് വെച്ചിട്ടില്ല എങ്കിൽ അവന് നോമ്പില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് നീയത്ത്, മനസ്സിൽ നീയത്തുണ്ടായിരിക്കുക. നീയത്ത് നാവുകൊണ്ടുള്ള ചൊല്ലിപ്പറയലല്ല. നവൈത്തു സൗമഗദിൻ അൻ അദാ ഫർള റമളാൻ എന്ന നാവുകൊണ്ടുള്ള പറച്ചിലല്ല നീയത്ത്. നീയത്തിൻ്റെ മഹല്ല്, സ്ഥാനം അത് ഖൽബാണ്. അപ്പോൾ ഹൃദയത്തിൽ അള്ളാഹുവിന് വേണ്ടി റമളാൻ മാസത്തിലെ ഫർള് നോമ്പ് നമ്മൾ നോൽക്കുന്നു എന്ന വിചാരം, അതാണ് നീയത്ത് എന്ന് പറഞ്ഞാൽ. ഈ 6 കാര്യങ്ങളാണ് ഒരാളുടെ നോമ്പ് സ്വീകാര്യമായി തീരണമെങ്കിലുള്ള നിബന്ധനകൾ. അപ്പോൾ നമ്മൾ നോമ്പിൻ്റെ ഷുറൂത്തുകൾ അതിനെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇനി ഇതുപോലെ തന്നെ നോമ്പിൻ്റെ റുക്കിനുകൾ അതും പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒറ്റ റുക്കിന് മാത്രമേ നോമ്പിനുള്ളൂ, അതെന്താണ്? അൽ ഇംസാക്കു അനിൽ മുഫത്തിറാത്തി, നോമ്പിനെ ബാത്തിലാക്കി കളയുന്ന, നോമ്പ് നഷ്ടപ്പെട്ടു പോകുന്ന കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുക എന്നുള്ളതാണ്. അതിനെ പിടിച്ചു വെക്കുക. അപ്പോൾ നോമ്പ് ബാത്തിലായി പോകുന്ന പല കാര്യങ്ങളുണ്ട്, അതൊന്നും ചെയ്യാതെ പിടിച്ചു നിൽക്കുക. മിൻ തുലൂഇൽ ഫജ്രി ഇലാ ഗുറൂബി ശംസി, പ്രഭാതോദയം മുതൽ സൂര്യാസ്തമയം വരെ, അഥവാ നോമ്പിൻ്റെ സമയം അതിനിടയിലാണല്ലോ. ഈ സമയത്ത് നോമ്പിനെ ബാത്തിലാക്കി കളയുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുക. ഇതാണ് നോമ്പിൻ്റെ ഒരു റുക്കിന്. ഇത് മാത്രമാണ് റുക്കിനായിട്ടുള്ളത്. അപ്പോൾ നോമ്പിൻ്റെ ഷർത്തുകളും റുക്കിനുകളുമാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഇത് പൂർണ്ണമായി പാലിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ നോമ്പ് സ്വീകാര്യമായി തീരുക. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ രൂപത്തിൽ നോമ്പെടുക്കുവാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.